നെവിൻ്റെ വിഷയത്തിൽ അനീഷിൻ്റെ ഒരു പക്ക മൈൻഡ് ഗെയിം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു വിഷയത്തിൽ ലാലേട്ടൻ പറയട്ടെ, ലാലേട്ടൻ തീരുമാനിക്കട്ടെ എന്നൊരു സാധനം അവിടെ കൊണ്ടുവച്ചു. അത് ബിഗ് ബോസിനും ലാലേട്ടനും നെവിനും ഷാനവാസിനും ഉള്ള ഒരു ചെക്കാണ്. ഇതാണ് മൈൻഡ് ഗെയിം എന്ന് പറയുന്നത്. ഈ ഒരു വിഷയത്തിൽ ലാലേട്ടൻ എങ്ങനെയാണോ പറയുന്നത്, ഏത് രീതിയിലാണോ പ്രസന്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു ക്ലാരിറ്റി കിട്ടിക്കഴിഞ്ഞാൽ നെവിൻ്റെ ഭാഗത്താണ് തെറ്റെങ്കിൽ കൂടുതൽ ഷാനവാസുമായിട്ട് കോംബോ പിടിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യാം. എന്നാൽ നേരെ മറിച്ച് ഷാനവാസിൻ്റെ ഭാഗത്താണ് മിസ്റ്റേക്ക് എങ്കിൽ അങ്ങനെ ബിഗ് ബോസിൽ തെളിഞ്ഞാൽ തിരിച്ച് ഷാനവാസിനെ നൈസായിട്ട് അവോയ്ഡ് ചെയ്യാം. അല്ലെങ്കിൽ പതുക്കെ ഫ്രണ്ട്ഷിപ്പ് കോംബോ കളഞ്ഞുകൊണ്ട് ഒറ്റയ്ക്കുള്ള ഒരു ഗെയിമോട്ട് മുന്നോട്ട് പോകാം എന്നുള്ള ഒരു ബുദ്ധി. ശരിക്കും ഇതൊക്കെയാണ് മൈൻഡ് ഗെയിം. ഇതൊന്നും അങ്ങനെ അധികം ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. ഇത്തരം മൈൻഡ് ഗെയിമുകളെ കുറിച്ച് മനസ്സിലാക്കുക. പിന്നെ ഇനി എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റി ഇനി ബി വിചാരിക്കുകയാണ്, അല്ലെങ്കിൽ മോഹൻലാൽ വിചാരിക്കുകയാണ് ഷാനവാസിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നെവിനെ തൽക്കാലം രക്ഷിക്കാം, അവർക്കൊരു നാണക്കേടല്ലേ ഈ ഒരു വിഷയമൊക്കെ പുറത്തു പോകുമ്പോൾ, ഇത്രയ്ക്കും ചീപ്പാണോ ബിഗ് ബോസ് എന്ന് കുടുംബ പ്രേക്ഷകർ 3 തലമുറ കാണുന്നതാണ് എന്നൊക്കെയല്ലേ മോഹൻലാൽ പറയുന്നത്. അപ്പോൾ അവർ അങ്ങനെ ഒതുക്കുവാണെങ്കിൽ പോലും അവിടെ തെറ്റിദ്ധാരണ ഉണ്ടായില്ല. അപ്പോൾ അനീഷിന് പേടിക്കേണ്ട കാര്യമില്ല. കാരണം അവിടെ മോഹൻലാലാണ് പറഞ്ഞത്, ലാലേട്ടനാണ് പറഞ്ഞത് ഇന്ന ഭാഗത്ത് ഇന്ന മിസ്റ്റേക്ക് പറ്റി എന്ന്. അപ്പം പിന്നെ അനീഷിന് അവിടെ പ്രശ്നം വരുത്തില്ല. ഇതാണ് മൈൻഡ് ഗെയിം എന്ന് പറയുന്നത്. ഒരു മൈൻഡ് ഗെയിമറെ മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്.